അത്ഭുതകരമായി നമ്മെ പരിപാലിച്ചു. അവന്റെ കൃപയിൽ ദൈവം നമ്മെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം. Hallelujah, hallelujah, hallelujah. Glorify your name, God. We praise you. We honor you, God. We worship your holy name. We magnify your name. We thank you, Jesus, for everything that you have been doing in our life. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ഒരു അവസരം കൂടി നീ ഞങ്ങൾക്ക് ദാനം ചെയ്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം പല വിധത്തിലുള്ള സംഭവങ്ങൾ ഈ ലോകത്തിലൊക്കെ നടന്നപ്പോൾ, പല പ്രയാസ പ്രതികൂലങ്ങൾ പലരെ കർത്താവെ അലട്ടിയപ്പോൾ, നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ദൈവം നൽകിയ ശാന്തതയ്ക്കും സമാധാനത്തിനുമായും നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സോട് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കൂട്ടിയത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടുത്തെ സാന്നിധ്യം ഉണ്ട് എന്ന് അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ഞങ്ങളെ ഉത്തേജിപ്പിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളും ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആരാധനയിൽ വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ, പാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസനെയും ദൈവം ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ ആത്മാവ് മാത്രം നിയന്ത്രിച്ച് നടത്തണമേ. സകലമാനവും മഹത്വം ഞങ്ങൾ ദൈവത്തിന് തരുന്നു, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മൾ ചില ഗാനങ്ങൾ ദൈവസന്നിധിയിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ ആരാധന തുടങ്ങിയ സമയം മുതൽ Sister Annie was helping us with the song, and so today I am going to be leading this song. I'm not the best leader of song, but we all can sing together and worship God. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് താഴ്ന്ന ഒരു ഹൃദയത്തോടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ഉദ്ദേശത്തോടെ നമുക്ക് ഈ ഗീതങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സേനയിലധിപൻ ദേവനിലധിയാ
മഴ പെയ്യുക. പാടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ദൈവ കൃപകളാൽ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് പാടാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പൊന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പൊന്മഴ നൽകാം. പൊന്മഴ നൽകേണം മാലിന്യം മാറേണം നെഞ്ചിലുണർന്നു വേദന
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. പോയ ഒരാഴ്ച കർത്താവ് നമ്മെ ക്ഷേമത്തോടെ കാത്തു, അത്ഭുതകരമായ അതിശയകരമായ വഴി നടത്തി. തിന്മയായതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഭവിക്കാതെ നമ്മെ സൂക്ഷിച്ചു. നമ്മെ സമാധാനത്തോടെ കർത്താവ് വഴി നടത്തിയല്ലോ. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിപ്പാനും കർത്താവ് നമുക്ക് കൃപ നൽകി. യേശു മരിച്ചതിന് ശേഷം യഹൂദന്മാരെ ഭയപ്പെട്ട് ശിഷ്യന്മാർ യെരൂശലേമിൽ ഭവനത്തിൽ വാതിലുകൾ അടച്ച് അവര് ഭയത്തോടെ അവിടെ പാർത്തപ്പോഴും യേശു അവരുടെ അടുക്കൽ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ പ്രാർത്ഥനാലയത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നല്ലോ. ഇന്ന് ഇവിടെ സന്തോഷത്തോടെ പാടി ആരംഭിക്കുവാൻ കർത്താവ് കൃപ നൽകി. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ അവരുടെ ദിവ്യ കൃപകളാൽ അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ. ഇന്നത്തെ ആരാധന കർത്താവിന് സുഗ്രാഹ്യമായി തീരട്ടെ. നമ്മിൽ കർത്താവ് പ്രസാദിക്കട്ടെ. അത് നമ്മുടെ ആയുസ് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാന് ഓരോ നാളും നാം ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ തികവില നിലവില് പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. തുടർന്ന് എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്കും വരവേൽപ്പിച്ചുകൊണ്ട്
രണ്ടുപേർക്ക് ദൈവസന്നിധിയിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 91-ാമത്തെ സങ്കീർത്തനം ഇന്ന് വാക്യപ്രതിവാക്യമായി വായിക്കാം. നമുക്കെല്ലാം വളരെ ഇഷ്ടമുള്ള, പലപ്പോഴും നാം എല്ലാം വായിക്കുന്ന, മനഃപ്പാഠമാക്കിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവൻ നിന്റെ വേട്ടക്കാരന്റെ കടിയിൽ നിന്നും
നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പുറക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടുന്നതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിന്മേലും അണഞ്ഞുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഞാൻ എന്റെ രക്ഷയെ കാണിച്ചു. Let us lift up our holy hands towards heaven and thank God for every protection that He has given us. I think we all have insurances. When you buy insurances, you buy certain coverages that you wanted to get. Very limited coverages. But look at this Sam and see what unlimited protection, unlimited coverages the God of heaven has given to us. Lord, we thank you once again today, because you are a God who cares for us, a God who protects us, a God who always keeps a watchful eyes upon each and every one of us. We magnify your name and we give you glory and honor. In Jesus' name I pray. Amen. Please be seated in the presence of God. And I am very delighted that all of us are here. Sister Annie is not here, and I am hoping that she will join us later on today or maybe next week. And I am very happy today to see all of you here, because God has brought us. I know there were so many problems in Texas, and last week I forgot to mention that there was flood. So many people lost their lives, and there are still many are missing, and God has kept all of us safe. We are not being selfish in that. When we say that, we are not saying a selfish statement, but we thank God for everything God has done for us, and our heart will ache with others, with those who are experiencing people missing in the family and those who are dead. Through the flood, the Church of God is doing flood relief effort, and he has the bishop has sent me information about some of those things. I don't know how we can be a part of those effort. Maybe in the future we will do something when events like that come. We also will not only give a word, but a helping hand. Sometimes words are good, but a helping hand is actually meaning that we really mean our word. And today we have a birthday, and our I'm going to call sister, basically. I used to call Amachi, but just changing that. She looked very young and very healthy. God has given her a good life, another brand new year in her life, and so today we wish you a very blessed and happy birthday. May God continue to give you health and peace and hope. For you already have that, but may God increase all of that. May God's hand be upon you and guide you and protect you. And we will pray for you after the offering. And last week we had so many visitors, and this week we feel a little emptiness. And let us continually pray that the Lord will expand this church. Expansion is
necessary and it is a must to happen. Amen. And we need and we have to do something about expansion. And expansion, just saying in word is not going to do it. I think we can sit down and say expand. Expansion is not going to happen. At least in my life experience, anything meaningful happened with work. Nothing happened without any work. So I think we all have to do, other than prayer, beginning with me, we all will have to do something to expand this church. And so I know we all have limitations. I have limitations. But sometimes when we put all our limitations into the hands of God, God can bless it and multiply it. You know, even when I was singing here, I never led a worship service in songs as much. But when I thought about the Bible, this is what came to me. That God is only asking you to bring what you have. He's not asking any one of us to bring anything more than what we have. The boy brought a few loaves of bread and a few pieces of fish. And that was sufficient in the hands of God to multiply and make it useful for so many people. That's what we all have to do. That's what I have to do. Whatever little gift I have, whatever little ability that I have, I put that into the altar of God, into the hands of God. And God can take it, multiply it, bless it, and use to expand. The church, when we say this church is part of the kingdom of God. So when this church grows, the kingdom of God grows. So let's give a lot of effort into that, and may God bless us. And I know we have our Wednesday. I'm just going to make this little announcement here. We have our Wednesday night meeting, and we have, all of us have things to do. My own personal philosophy of life is don't force anyone, and we don't want to make this Wednesday night meeting a burden for anyone, because I know we all have to do things at times. So you have to miss it. If you have to miss a Wednesday night meeting, feel free to miss it. And there's no, I'm not keeping any attendance, or I'm not counting who came, who didn't come. Feel free to come. I will be more rejoicing when you are there. And so if you have time, please join. And last week we had a few extra people joined in the prayer meeting. That was a blessing. And possibly going forward, we'll have more people to join in our Wednesday night meeting. And that's when we take the time to pray for every little need that we have. And today when I do the prayer, I'm just going to pray for kind of on a highlight prayer. We will pray for everyone, but on our Wednesday night meeting, we will take the time. We put every need into the presence of God. Our God will hear it, and He will definitely answer our prayer. And this morning, without any further delay, we're just going to take the offering. And I believe Sister will be singing, and let's take the offering. Sarvaloka Srishtidave Sarvatinum Natha, Sarvaloka Srishtidave Sarvatinum Natha, Sarva Srishtigalum Varti Vandikyum Mahesha, Sarva Srishtigalum Varti Vandikyum Mahesha, Vartidunnu Nandiyodadiya, Vartidunnu Nandiyodadiya, Kirkittunnu Koshittunnu Atmodamode, Kirkittunnu Koshittunnu Atmodamode, Innavilla Vingal Sukam Mattidunna Deva, Innavilla Vingal Sukam Mattidunna Deva, Kevigalum Savigalum Mugalum Mahesha, Kevigalum
നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ആവശ്യങ്ങൾ നമ്മുടെ ഓരോ ഫാമിലിക്കുമുണ്ട്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ കാണുവാൻ ഓരോ ആവശ്യങ്ങൾക്കും പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഈ ആവശ്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ സന്നിധി ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ പാട്ടുകൾ അത് പാടുവാനുള്ള കൃപ തന്നു, പ്രാർത്ഥിക്കുവാനുള്ള കൃപ തന്നു. അത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ സഹോദരിക്ക് ഒരു പുതിയ ബർത്ത്ഡേ കൂടി കർത്താവ് നൽകിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവം തരുന്ന ദാനം ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഈ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാക്കി ദൈവം തീർക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും പ്രത്യാശയും എല്ലാം ദൈവം നൽകി കൊടുക്കുന്നതുകൊണ്ട് സ്തോത്രം. ജീവിതത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഒരു ആവശ്യത്തിനോടൊപ്പം വരാതെ ദൈവത്തിന്റെ കാര്യം തുടർന്നുള്ള വർഷങ്ങളിലും കർത്താവേ, സ്വർഗ്ഗത്തിലെ ഭണ്ഡാരങ്ങളെ തുറന്ന് കലവറകളെ തുറന്ന് അളവില്ലാത്ത അനുഗ്രഹങ്ങളെ ദാസിയെ നിറയ്ക്കുവാൻ സഭയായി ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ പ്രിയ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ നിറയ്ക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ഭവനത്തെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ഭവനത്തെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പ്രിയാച്ചായനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ കഴിഞ്ഞ നാളുകളിൽ മാനസികമായ പ്രയാസ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടി കടന്നുപോയി. ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ദാസനോട് കൂടെ ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിരന്തരമായി കൊടുക്കുന്ന ആശ്വാസത്തിനും സമാധാനത്തിനുമായും നന്ദിയോടെ സ്തോത്രം. വാർദ്ധക്യത്തിലും അധികം ഫലം കായ്ച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ പ്രിയാച്ചായനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയാസനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഇന്റർവ്യൂ പങ്കെടുത്തപ്പോൾ ദൈവ സാന്നിധ്യം കൂടെ ഇരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അതിൽ സംബന്ധിച്ച എല്ലാ ഇന്റർവ്യൂസും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവിന്റെ ഹൃദയങ്ങളോട് ആൾറെഡി ഇടപെട്ടിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ആ ഇന്റർവ്യൂ അനുകൂലമാക്കി പ്രിയദാസന് കൊടുക്കുന്നതിനാണ് കഴിഞ്ഞ അനേക വർഷങ്ങൾ പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഭാരങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു. എത്രത്തോളം ദൈവം ആരോഗ്യം കൊടുത്ത് നടത്തിയതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധികം പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കണമേ. പ്രിയ ജെസ്സിയെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദാസിയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ നാടുകളിൽ കൊടുത്തിരിക്കുന്ന ആത്മഭാരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുവാൻ അവർക്ക് വേണ്ടി ഭൗതികമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും കർത്താവിന്റെ ദാസിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നും സഹായിക്കണമേ. ജോലി കാര്യങ്ങളിലൊക്കെ കർത്താവ് സഹായിക്കണമേ. വീടിന്റെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളിൽ പ്രത്യേകമായ ദൈവത്തിന്റെ വിടുവിക്കുന്ന ഒരു കാര്യത്തിന്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കുന്നു. വിശ്വസിക്കുന്നു. അവിടുത്തെ നാമത്തിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ഭവിനമോളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ ദൈവം സഹായിക്കണമേ. ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം സഹായിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. കർത്താവേ, വിദ്യാഭ്യാസത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ കരം, അത്ഭുതം പ്രവർത്തിക്കുന്ന കരം പ്രിയ പൈതലിന്റെ മേൽ സ്പർശിച്ച് അത്ഭുതകരമായ തരത്തിൽ
ഭാവി കാര്യങ്ങളെ ഒക്കെ ദൈവം ഒരുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരി ആനി ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ കാലം ഞങ്ങളോടൊപ്പം ഇല്ലായെങ്കിലും കർത്താവേ, ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ വലിയ കൃപയ്ക്കൊണ്ട് പ്രിയ സഹോദരിയെ കുടുംബമായി അവിടുന്ന് പൊതിഞ്ഞോളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം സഹായിക്കണമേ. പ്രിയ പ്രസാദ് ബ്രദറിനെ ദൈവം സഹായിക്കണമേ. ദൈവ കൃപയെ നിറച്ചു കാണണമേ. പ്രിയ മകൻ പിന്നിയെ കുടുംബമായി ദൈവം സഹായിക്കണമേ. പ്രിയ മകൻ ബേബയെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയാൽ ആ കുടുംബത്തെ ദൈവം നിറയ്ക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരൻ ബിൽസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ നല്ല മനസ്സിനെയും ഞങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, നല്ല സാക്ഷിയായി തീരുവാൻ ദൈവം അനേക സ്ഥലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രത്തിന്റെ ദാസന്റെ സാക്ഷ്യങ്ങൾ മുഖാന്തരം, പ്രശ്നങ്ങൾ മുഖാന്തരം മറ്റനേക ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ തിരുനാമത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. ശിശുവിനെ കുരിഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ പ്രയാസമുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയല്ലോ, കൈവിടാത്ത ഒരു ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടല്ലോ. തീയിൽ കൂടി കടന്നുപോയാൽ അത് വെന്തു പോവുകയില്ലായിരുന്നു. വെള്ളത്തിൽ കൂടി കടന്നുപോയാൽ അതിന് മുക്കുകയില്ലായിരുന്നു. ഞങ്ങൾക്ക് വാക്കുന്നുള്ളതുകൊണ്ട് ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടി കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവകൃപയെ നിലനിർത്തണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രയർ ലൈൻ മുഖാന്തരം അനേകർക്ക് ആശ്വാസവും ഈ നാടുകളിൽ അങ്ങയുടെ ദാസിയുടെ പ്രവർത്തനങ്ങളൊക്കെ മുഖാന്തരമായി തീരട്ടെ. അനേകർക്ക് ആശ്വാസവും വിടുതലും രോഗസൗഖ്യമായി തീരുവാൻ ഇന്ന് കാലം ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾ ആശ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയെ ദൈവം ഒരുക്കണമേ. പ്രിയ മകൻ ആയുഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെറിയ പ്രായത്തിൽ തന്നെ ഇരുവരും കർത്താവിന്റെ നല്ല സാക്ഷികളായി, ദൈവത്തിന്റെ വിശ്വസ്തത സാക്ഷികളായി നിൽക്കുവാൻ ദൈവം കുടുംബമായി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സ്തോത്രം. ഇരുവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഒരുക്കുവാൻ ഞങ്ങൾ സഭയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ആരാധനയെ കടന്നു വന്ന ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാവിന് വേണ്ടി ഞങ്ങൾ തിരുനാമത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ അവർ വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ, അവരുടെ മാനസികമായ ആവശ്യങ്ങൾ, പരീക്ഷാ സംബന്ധമായ ആവശ്യങ്ങൾ, അവയൊക്കെ ഇന്ന് ദൈവസന്നിധി ഞങ്ങൾ വെച്ച് സഭയായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകലത്തിന്റെ മീതെയും നിയന്ത്രണമുള്ള അധികാരമുള്ള ദൈവത്തിന്റെ കാര്യം അവിടുന്ന് ഒരു വചനം അയച്ച് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ച വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഇന്ന് കാലം ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിനാൽ നന്ദിയോടെ സാലി സിസ്റ്ററിന്റെ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും കർത്താവ് അറിയണമേ. അവരുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നല്ലോ. കർത്താവേ, ഓരോ വ്യക്തിക്കും ആവശ്യമായ എല്ലാ നന്മകളും സ്വർഗത്തിൽ നിന്ന് നൽകി കൊടുക്കണമേ. പ്രത്യേകിച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങളൊക്കെ അകന്നു പോകുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കാലം കർത്താവിന്റെ പേരിനെ സ്നേഹിച്ച് ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ മനസ്സോടെ കൂടി ഇതിലേക്ക് ഔദാര്യമായി സംഭാവനകൾ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ കർത്താവ് അറിഞ്ഞ് സ്വർഗീയമായ കലവറകളെ തുറന്ന് അവരുടെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ നീങ്ങി പോകത്തക്കതുപോലെ കർത്താവെ സമൃദ്ധിയുടെ അനുഗ്രഹത്താൽ ഓരോരുത്തരെയും ദൈവം നിറയ്ക്കുന്നുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്നുള്ള അല്പസമയം ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെയിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. മാസ്റ്റർ ജോൺ തോമസിനെ ദൈവം അനുഗ്രഹിക്കണം. സിസ്റ്റർ എൽസിയെ കർത്താവ് സഹായിക്കണം. ആ കുടുംബത്തെ കർത്താവ് സഹായിക്കണം. ഞങ്ങൾ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഓരോ വിഷയത്തിന് മീതെയും ദൈവം ആ പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കുകയും മക്കളെ ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ഇതുപോലെ കാലം വചനം സംസാരിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങളുടെ ദാസനെ ദൈവം നിറയ്ക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. സകലമാനമോത്ത് ഞങ്ങൾ കർത്താവിനെ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ. Yashango, how much you want to say testimony? How much you want to say testimony?
മമ്മിക്ക് ഒരു മിനിറ്റ് ടെസ്റ്റിമണി. Oh yes, I'm sorry. She has a എന്നെ എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപയാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വെച്ച വഴിയിൽ കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വഴിയിൽ കണ്ണിൻ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, നീ എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപയാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ ദിവസം കൂടെ അടിയനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നീ ഇവിടെയാക്കി കർത്താവേ, സ്തോത്രം. രാവിലെ എഴുന്നേൽക്കുവാൻ ആരോഗ്യം തന്നു, കാഴ്ച തന്നു, കേൾവി തന്നു. ദൈവത്തിന്റെ മഹാകരം അടിയങ്ങളുടെ കൂടിയിരുന്ന് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. കഴിഞ്ഞ വർഷക്കാലം എല്ലാം ദൈവം നടത്തി അടിയനെ പരിപാലിച്ചു. വീണ്ടും ഒരു പുതിയ വർഷം കൂടെ അടിയന് ദാനമായി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ പാട്ട് അടിയന്റെ സാക്ഷ്യമാണ്. അടിയൻ ഇന്നോടെ നടത്തിയ ദൈവം ഇനിയും അടുപ്പാനും ശക്തനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയന് 3 തലമുറകള്, ഒന്ന് മോള്, രണ്ടാമക്കൾ നാട്ടിലുണ്ട്. എനിക്ക് 6 കൊച്ചുമക്കള്, 2 കൊച്ചുമക്കൾക്ക് ജോലിയായി, 4 പേര് ബാക്കി കോളേജിലൊക്കെ പഠിക്കുന്നു. ഇന്നോളം ഈ നന്മകളൊക്കെ കാണുവാൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ രാജ്യത്ത് കടന്നു വന്നിട്ട് 14 വർഷക്കാലമാകുന്നു. ഈ മാസം 4 വർഷക്കാലം എൻ്റെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ഇന്നോളം ഇത്രത്തോളം ആരോഗ്യത്തോടെ എന്നെ ഈ ഭൂമി ജീവിക്കാൻ ഉണ്ടാകുന്ന ഭാഗ്യത്തിനായിട്ട് എന്നും നന്ദിയുള്ളവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളും ഈ മാർഗം ഈ ദൈവത്തെ കണ്ടുമുട്ടണം. നല്ല വാഴ്ചയിലൊക്കെ നിൽക്കുന്നുവെങ്കിലും ഞങ്ങൾ അതിന്റെ ദൈവത്തെ അവരും അറിയണം. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സഭയായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, നന്ദി. Not me. Praise God. Hallelujah. Praise God. Praise God. Hallelujah. Hallelujah. Lord, hallelujah. Rowena Moore will read today's Bible portion for the message. The Epistle of James, chapter 5, verses 13 to 18. Is anyone among you in trouble? Let them pray. Is anyone happy? Let them sing songs of praise. Is anyone among you sick? Let them all call the elders of the church to pray over them and anoint them with the oil in the name of the Lord. And the prayer offered in faith will make the sick person well. The Lord will rise them up. If they have sinned, they will be forgiven. Therefore, confess your sins to each other and pray for each other so that you may be healed. The prayer of a righteous person is powerful and effective. Elijah was a human being, even as we are. He prayed earnestly that it would not rain, and it did not rain on the land for 3.5 years. Again he prayed, and the heavens gave rain, and the earth produced its crops. Amen. Praise ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സഭയുടെ ലീഡ് പാസ്റ്റർ ഡോക്ടർ നെൽസൺ ബി ജോൺ, എൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ആനി,
ഈ വാത്സല്യ കുടുംബം. പ്രിയ അച്ചായൻ, ഡേവിഡ്, സിസ്റ്റർ ജെസി, റോബിന മോൾ, ഈ കുടുംബത്തെ ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ അതിയായി ദൈവത്തെ സ്തുതിക്കും. അതിനൊരു പ്രത്യേക കാരണമുള്ളത്, കഴിഞ്ഞ 31 വർഷം ഞാൻ പാർക്കുന്ന കോമ്പൗണ്ടിൽ ഒരു സഭ ഹാള് പണിത് അവിടെ ദൈവജനം വന്ന് ദൈവത്തെ ആരാധിച്ചു. ഒരു സഭ അങ്ങനെ മുൻപോട്ട് നയിക്കണമെങ്കിൽ അവിടെ പാർക്കുന്ന കുടുംബം എത്രയധികം മെച്ചപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യണമെന്നുള്ളത് സ്വന്തം ജീവിതത്തിൽ ഞാനും കുടുംബവും അതിന് സാക്ഷികളാണ്, അനുഭവസ്ഥരാണ്. പ്രിയ കുടുംബം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദേഴ്സ് വിൽസനും സിസ്റ്ററും എനിക്കായി സ്തോത്രം ചെയ്യുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ കർത്താവിന് വേണ്ടി പ്രിയ കുടുംബം പ്രയോജനപ്പെടും. പ്രിയ അമ്മച്ചിക്ക് പ്രത്യേക ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. കർത്താവ് ആയുസ്സും ആരോഗ്യവും നൽകി ദാനം തന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും നമ്മുടെ സഭയ്ക്കും എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി മുൻപോട്ട് കർത്താവ് നയിക്കട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അതിനെ ഈ ദൗത്യം എന്നെ പരമേൽപ്പിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോടുള്ള നന്ദി ഞാൻ വിശേഷാൽ അറിയിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അടിയന്റെ വായിലെ വാക്കുകൾ അവിടുത്തെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. ഇന്ന് നാം വായിച്ച കേട്ട വേദഭാഗം, അതിലെ 16-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഈ ചുരുങ്ങിയ സമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ആ ഒരു ചെറിയ വാക്യശകലം 3 ഭാഗങ്ങളായി വേർതിരിക്കും. 1 നീതിമാൻ, 2 ശ്രദ്ധ, 3 ഫലമുള്ള പ്രാർത്ഥന. ഈ പുസ്തകം ഇതൊരു ലേഖനമാണ്. ഇത് എഴുതിയത് യാക്കോബ് അപ്പോസ്തലൻ. അങ്ങനെയാണ് നാം വായിക്കുന്നത്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ നമുക്കറിയാം. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ, അങ്ങനെ 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെ 4 ഭാഗങ്ങളായിട്ട് വേദപണ്ഡിതാക്കൾ തിരിച്ചിരിക്കുന്നു. 4 സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഏക ചരിത്ര പുസ്തകം, 21 ലേഖനങ്ങൾ, ഒടുവിലത്തെ വെളിപ്പാട് പുസ്തകം, പ്രവചന പുസ്തകം. 21 ലേഖനങ്ങളെ വീണ്ടും 2ആയി വേർതിരിച്ചിരിക്കുന്നു. പൗലോസ് എഴുതിയ 14 ലേഖനങ്ങൾ. ഇബ്രായ ലേഖനത്തിന്റെ ശീർഷകത്തിൽ ആരെഴുതിയെന്ന് നാം വായിക്കുന്നില്ലെങ്കിലും മുഖവുരയും അതിൻ്റെ ഉപസംഹാരവും അതിൻ്റെ ഉള്ളടക്കം എല്ലാം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ഇതര 13 ലേഖനങ്ങളോട് സാമ്യമുള്ളതാകിയാൽ ആ ലേഖനവും പൗലോസ് എഴുതിയെന്ന് നിസ്സംശയം നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. അതിനുശേഷമുള്ളതായ ലേഖനങ്ങൾ, ഫിലോമോൻ എഴുതിയ ഫിലോമോന്റെ ലേഖനം കഴിഞ്ഞ്, എബ്രായ ലേഖനം കഴിഞ്ഞ്, പിന്നീട് യാക്കോബിന്റെ ലേഖനം. ഈ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ. ഈ 7 പുസ്തകങ്ങൾക്ക് ഒരു വിളിപ്പേരുണ്ട്, ജനറൽ എപ്പിസോഡ്സ്, പൊതു ലേഖനങ്ങൾ എന്നാണ്. ഈ ലേഖനങ്ങൾ എഴുതുവാനുള്ള കാരണം, ഈ ലേഖനങ്ങൾ എഴുതി ആരംഭിക്കുമ്പോഴേക്കും സഭ വലിയ പീഡ നേരിടുവാനായിട്ടിടയായിരുന്നു. യേശു തന്റെ ശിഷ്യർക്ക് കൊടുത്ത അന്ത്യ നിയോഗമായിരുന്നു
നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാണ്. ഈ നിയോഗം അവർക്ക് ലഭിച്ച് അവർ പെന്തക്കോസ്ത് നാളിൽ ശക്തീകരണം പ്രാപിച്ചു. എങ്കിലും നാം വായിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ, പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ ആരംഭം വരെ ഇവർ യെരൂശലേമിൽ തന്നെ കൂടി ആരാധിച്ചു. യെരൂശലേം എന്നുള്ളത് അവരുടെ ഒരു കംഫർട്ട് സോണായി, അവിടെ തന്നെയായി. അവിടെ വരെ വന്നിട്ടും ഇവർ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു വലിയ പീഡ അവർക്ക് അയച്ചു കൊടുത്തു. ആ പീഡ നിമിത്തം നാം 4 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് സഭയ്ക്ക് വലിയൊരു ഉപദ്രവം ഉണ്ടായി. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്ന് വായിക്കും. എന്നിട്ട് വായിക്കുന്നത് ചിതറിപ്പോയവർ ചെന്ന ഇടങ്ങളിൽ അവർ വചനം പ്രസംഗിച്ചു എന്ന് വായിക്കും. അവർ ചെന്ന ഇടങ്ങളിൽ അവർക്ക് പീഡകൾ, ഉപദ്രവങ്ങൾ നേരിട്ടു. അപ്പോൾ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന്, ധൈര്യപ്പെടുത്തേണ്ടതിന്, അവരെ പിടിച്ചു നിർത്തേണ്ടതിന് ഈ അപ്പോസ്തലന്മാർ എല്ലാവരും, യാക്കോബ്, പത്രോസ്, ഇവരെല്ലാം അവർക്ക് ലേഖനങ്ങൾ എഴുതി അവരെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തി. അങ്ങനെ എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ നമ്മൾ വായിച്ച ഈ 6 വാക്യങ്ങളിൽ 5 വാക്യങ്ങളിലും പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ കണ്ണ് അവിടേക്കൊന്ന് വരുമ്പോൾ 13-ാം വാക്യത്തിൽ നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. 15-ാം വാക്യം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും. 16-ാം വാക്യത്തിന്റെ അവസാനം നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗം പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 18-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ 5 ഇടങ്ങളിൽ ഈ 6 വാക്യങ്ങളിൽ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ ലേഖനം AD 48 എഴുതിയെന്ന് ചരിത്രം നമ്മെ അറിയിക്കും. യെരൂശലേമിൽ വെച്ച് യാക്കോബ് ഈ ലേഖനം എഴുതി. 5 അധ്യായങ്ങൾ 108 വാക്യമുള്ള ഒരു ലേഖനമാണ്. ഈ യാക്കോബിനെ കുറിച്ച് നാം അറിയുമ്പോൾ യാക്കോബ് യേശുവിന്റെ സഹോദരനായി, യേശുവിന്റെ ശിഷ്യന്മാരിൽ യാക്കോബ് ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സഹോദരനായ, മൂത്ത സഹോദരനായ യാക്കോബ്. എന്നാൽ ഈ എഴുത്തുകാരൻ യേശുവിന്റെ അർത്ഥ സഹോദരനായിരുന്നു, ഹാഫ് ബ്രദർ. യേശുവിന് അമ്മയായ മറിയയിൽ യോസഫിൽ നിന്ന് ജനിച്ച മക്കളിൽ ഒരുവനായി. അതുപോലെ ഒരു മകനാണ് ഒടുവിലത്തെ ലേഖനം എഴുതിയതായ യൂദ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതായാലും അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ലേഖനം കൂടി എഴുതി വെച്ചിട്ടാണ് പോയത്. എന്നാൽ ആ യൂദയല്ല, പിന്നെ യേശുവിന്റെ അർത്ഥ സഹോദരനായ യൂദയെ കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇങ്ങനെ ഈ ലേഖനം യാക്കോബ് എഴുതി നമുക്കും ഈ തലമുറയിൽ നൽകി തന്നു. യാക്കോബ് ഈ ലേഖനം എഴുതിയത് പ്രത്യേക ഈ വാക്യങ്ങളിൽ പ്രാർത്ഥനയെ കുറിച്ച് നാം വായിക്കുന്നു. പ്രാർത്ഥന എന്ന ആ ഒരു പദം, പ്രയർ, വിശുദ്ധ ബൈബിളിൽ 650 പ്രാവശ്യം നാം വായിക്കുന്നു. പുതിയ നിയമത്തിൽ 279 തവണയും നമ്മൾ വായിക്കുന്നു. പ്രാർത്ഥനയെ കുറിച്ച് പ്രസിദ്ധ ഗ്രന്ഥകാരനായ ഫോസ്റ്റിക് പ്രാർത്ഥനയ്ക്ക് നൽകുന്ന വിശദീകരണം ഒരു സെന്റൻസാണ്. അത് ഞാൻ ചുരുക്കമായിട്ടൊന്ന് ഓർപ്പിക്കാം. മനുഷ്യന്റെ മനസ്സിനെ ദുർബലമാക്കുകയും ആത്മാവിനെ മലിനപ്പെടുത്തുകയും ശരീരത്തെ രോഗാധീനമാക്കുകയും ചെയ്യുന്ന ആകുല ചിന്തകളെയും ഭീതികളെയും അശുദ്ധമായ മനോവികാരങ്ങളെയും കീഴമർത്തുന്നതിനുള്ള ആന്തരിക യുദ്ധക്കളമാണ് പ്രാർത്ഥന എന്നുള്ളത്. ചുരുങ്ങിയ ആഴ്ചകൾക്ക് മുമ്പ് നാം കേട്ട ഒരു സന്ദേശം കൊലോസ്യ ലേഖനത്തിൽ നിന്നുമായി. എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ് ഒരു നല്ല സാക്ഷ്യം എഴുതിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി അവർ വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, വചനത്തിൽ തികഞ്ഞവരും
ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് എപ്പഫ്രാസ് അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നു. സ്തോത്രം. നോക്കണേ, എത്ര ശ്രദ്ധേയമാണ്. പ്രാർത്ഥന എന്നുള്ളത് ഒരു പോരാട്ടമാണ്, ഒരു യുദ്ധക്കളമാണ്, ഒരു പോർക്കളമാണ്. ഇത് മനുഷ്യനോടുള്ള പോരാട്ടമല്ല. നമ്മുടെ പ്രാർത്ഥനകളെ ബലഹീനമാക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, ഫലം കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം നമ്മെ പിന്മാറ്റുന്ന സാധാന്യ പോരാട്ടങ്ങൾക്കെതിരെ ഉള്ള യുദ്ധപ്രഖ്യാപനമാണ് പ്രാർത്ഥന എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യാക്കോബിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായി. ഈ യാക്കോബിനെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് അനേകം മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന തന്റെ കാൽമുട്ട് ഒട്ടകത്തിന്റെ മുട്ടുപോലെ തഴമ്പുള്ളതായിരുന്നു. അത്രത്തോളം സമയം പ്രാർത്ഥനയിൽ ഈ യാക്കോബ് ഉറ്റിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിന്റെ അരുമ ശിഷ്യരെ കുറിച്ച് നാം ഒരു പ്രത്യേക വാക്യം വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണും. ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു രാത്രി മുഴുവനും മലമുകളിൽ പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് ഒരു കാര്യം അപേക്ഷിച്ചു. ടീച്ച് us how to pray. ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന്. 3.5 വർഷത്തെ യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് മറ്റൊന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല. യേശു ചെയ്ത അത്ഭുതങ്ങൾ അവർ കണ്ടതാണ്, യേശുവിന്റെ ഉപമകൾ അവർ കേട്ടതാണ്, യേശുവിന്റെ പ്രസംഗങ്ങൾ അവർ ശ്രവിച്ചതാണ്. ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് അവർ പറഞ്ഞില്ല. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് യേശുവിനോട് അവർ പറഞ്ഞു. ഇതേ ശിഷ്യർ തന്നെയാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഊറ്റിരിക്കും. അതെ, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഊറ്റിരിക്കും. എങ്ങനെയാണ് യേശു അത്ഭുതങ്ങൾ എല്ലാം ചെയ്തത്? കുരുടർക്ക് കാഴ്ച കൊടുത്തു, ചെകിടരെ കേൾക്കുമാറാക്കി, മുടന്തരെ നടക്കുമാറാക്കി, പക്ഷപാതക്കാരെ എഴുന്നേൽപ്പിച്ചു, വിശന്നവർക്ക് ആഹാരം കൊടുത്തു, കടൽ മീതെ നടന്നു, കാറ്റിനെ ശാസിച്ചു. എങ്ങനെയാണ് യേശു ഇതെല്ലാം പ്രവർത്തിപ്പാനായിട്ട് സാധിച്ചത്? അതെ, അവർക്ക് മനസ്സിലായി പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യം അവർക്ക് വന്നതുകൊണ്ട് അവർ പറഞ്ഞത്, സ്തോത്രം, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. മാത്രമല്ല, അവരുടെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവരുടെ ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം പരസ്യമായി അവർ പ്രഖ്യാപിച്ചു. ഞങ്ങൾ വചനത്തിലും പ്രാർത്ഥനയിലും ഞങ്ങൾ ഊറ്റിരിക്കും. സ്തോത്രം. നമ്മുടെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് നയിപ്പാൻ കർത്താവ് അവസരങ്ങൾ ധാരാളമായി ഒരുക്കുന്നല്ലോ. എപ്പോഴും നാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാം പകൽ മുഴുവനും ശുശ്രൂഷ ചെയ്യും, വേല ചെയ്യും. ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ അയച്ചവന്റെ വേല ഞാൻ ചെയ്യേണ്ടതാണ്, പകലുള്ളിടത്തോട് ചെയ്യേണ്ടതാണ്. രാത്രി മുഴുവനും യേശു അതേ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താണ് അതിന്റെ കാരണം? അന്ന് പകലത്തെ ശുശ്രൂഷയുടെ റിപ്പോർട്ടുകളെല്ലാം കർത്താവിന് കൊടുക്കുകയാണ്. അത് ഇന്നത്തെ പോലെ അയച്ചു കൊടുക്കുവാനുള്ള മാർഗങ്ങളൊന്നുമില്ല, പ്രാർത്ഥനയിലൂടെ കൊടുക്കുകയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്തിനു വന്നു എന്ന് എബ്രായ ലേഖനത്തിൽ ഒരു ചെറിയ വാക്യശകലത്തിൽ നാം വായിക്കുന്നുണ്ട്. പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പോകുന്നു. ദൈവം പരമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന്റെ ഓരോ ദിവസവും മുടങ്ങാതെ രാത്രിയിൽ മലമുകളിൽ കയറി യേശു അന്ന് ചെയ്ത വേലയെ കുറിച്ച്, പ്രവർത്തനത്തെ കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും മാത്രമല്ല അടുത്ത ദിവസം പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ള നിയോഗം ദൈവത്തിങ്കിൽ നിന്ന്, പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ശിഷ്യന്മാർക്ക് സന്തോഷമായി. ഇങ്ങനെ ചെയ്യുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. അവർക്കറിയാം യേശു പോയതിനു ശേഷം ഈ നിയോഗം തുടരേണ്ടത് ഞങ്ങളാണ്. അതുകൊണ്ട് ആ ദൗത്യം ഞങ്ങളെ ഏൽപ്പിക്കണമേ എന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് മകൻ. ഇന്ന് നാം വായിച്ച ഈ വേദഭാഗത്തിൽ
15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥന. പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒട്ടും എടുത്തു മാറ്റുവാൻ കഴിയാത്ത ഒരു പദപ്രയോഗമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം. ശിഷ്യന്മാർ ഒരു കാര്യം കൂടി യേശുവിനോട് അപേക്ഷിച്ചു, ഞങ്ങളെ വർദ്ധിപ്പിക്കണം. എങ്ങനെ വർദ്ധിപ്പിക്കണം? ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഇൻക്രീസ് അവർ ഫെയ്ത്ത്. 17:5 നമ്മൾ വായിക്കുന്നു, ഇൻക്രീസ് അവർ ഫെയ്ത്ത്. ബുധനാഴ്ചത്തെ ധ്യാനത്തിൽ അല്പസമയം ഭാഗം കേൾപ്പാൻ നമുക്കിടയായി. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അവർക്ക് മനസ്സിലായി, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വേദഭാഗത്ത് വായിക്കുന്നത്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കുന്നു. ഈ വേദഭാഗം നാം ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ, കഷ്ടം നേരിടുമ്പോൾ അതിന്റെ പരിഹാരം, അതേ ദീനമായി കിടക്കുമ്പോൾ അതിന്റെ പരിഹാരം, സ്തോത്രം, എല്ലാം പ്രാർത്ഥനയിലൂടെ സാധ്യമാകുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. അവരുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. സ്തോത്രം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷണമുള്ള ശ്വാസം എന്നാണ്. വിശേഷണമുള്ള ശ്വാസം. ഒറ്റ വാക്കിൽ, ഒരു ചെറിയ പദത്തിൽ വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം നിർവചിക്കുമ്പോൾ വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധ എന്നാണ്. വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധ. അതുകൊണ്ടാണ് ഈ വേദഭാഗങ്ങൾ വായിക്കുന്നത്, നീതിമാന്റെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അതെ ഫലിക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കുന്നു. നമ്മുടെ ധ്യാനത്തിന്റെ കുറിവാക്യം ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ശ്രദ്ധ. വിശ്വാസം എന്ന പദത്തിന്റെ അർത്ഥം ശ്രദ്ധ. ഇവിടെ ശ്രദ്ധ, യേശുവിലുള്ള ശ്രദ്ധ, വചനത്തിലുള്ള ശ്രദ്ധ, ഉപദേശങ്ങളിലുള്ള ശ്രദ്ധ. സ്തോത്രം. ഒരു ചെറിയ ദൃഷ്ടാന്തം. 12 സംവത്സരം രക്തസ്രവം ഉണ്ടായിരുന്ന സ്ത്രീയെ കുറിച്ച് നാം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, മാത്രമല്ല സിനോപ്റ്റിക് ഗോസ്പൽസിൽ 3-ലും വായിക്കുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ യേശു ഈ സ്ത്രീയോട് ഏറ്റവും ഒടുവിലായി സംഭാഷിക്കുമ്പോൾ പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ വേദവാക്യം നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ അസംബ്ലിയിലും അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ രാഷ്ട്രീയക്കാർ പോലും കോട്ട് ചെയ്ത് പറയുന്ന, അത് മിസ്കോട്ട് ചെയ്ത് പറയുന്നതായ ഒരു വാക്യശകലമാണ്. അവർക്ക് ഇതിന്റെ പൊരുളുകൾ അറിയത്തില്ല. കർത്താവ് പരീശന്മാരോട് പോലും പറഞ്ഞു, തിരുവെഴുത്തുകളെ അറിയായത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. പൊരുൾ എന്താണെന്ന് അറിയാതെ അവര് വല്ലതുമൊക്കെ വിളിച്ചു പറയുന്നു. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. യേശു പറഞ്ഞത് എന്താണ്? ഈ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിന്റെ പൊരുൾ, അർത്ഥം എന്നുള്ളത്, സ്തോത്രം, നീ രക്തസ്രവമുള്ള ഒരു സ്ത്രീയായിരുന്നു, സമൂഹത്തിൽ നിനക്ക് പ്രവേശനമില്ലായിരുന്നു, പാളയത്തിന് പുറത്ത് നീ കഴിയേണ്ടവളായിരുന്നു, നിന്നെ ഒറ്റപ്പെടുത്തിയതായിരുന്നു, കുടുംബം, സമൂഹം, പുരോഹിതൻ, ആലയം എല്ലാം നിന്നെ ഉപേക്ഷിച്ചതായിരുന്നു. അപ്പോഴും നിന്റെ ശ്രദ്ധ ആരിലായിരുന്നു? യേശുവിലായിരുന്നു. അവൾ ഓർപ്പിച്ചത്, എങ്ങനെയും വല്ല വിധേനയും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടിരുന്നുവെങ്കിൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ ശ്രദ്ധ ആരിലായിരുന്നു? യേശുവിൽ അവൾ ശ്രദ്ധിച്ചു. വലിയ പുരുഷാരമുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, അവരാരിലും അവൾ ശ്രദ്ധിച്ചില്ല. യേശു അവളോട് പറഞ്ഞ്, നിന്റെ ശ്രദ്ധ എന്നിലായിരുന്നത് കൊണ്ട് നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതേ ദൈവം നമുക്ക് ആരാധനയ്ക്കായി ഒരുക്ക നിമിഷങ്ങളിൽ ഏതെല്ലാം വേദനകളുമായി, കഷ്ടങ്ങളുമായി, രോഗങ്ങളുമായി, ബലഹീനതകളുമായി, ക്ഷീണങ്ങളുമായി അതെ നാം ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിശ്വാസം യേശുവിൽ മാത്രമായിരിക്കട്ടെ. നിന്റെ വിശ്വാസം നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്റെ പ്രശ്നത്തെ പരിഹരിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അതെ, നാം കഴിഞ്ഞ കാലങ്ങളിലെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അനുഭവിച്ചവരാണ്.
അതുകൊണ്ടാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. വെറും കഥകൾ പ്രസംഗിക്കുന്നവരല്ല, നിർമ്മിത കഥകൾ ഞങ്ങൾ സംസാരിക്കുന്നവരല്ല, ഞങ്ങൾ കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഓർപ്പിക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ രക്തസ്രവമുള്ള സ്ത്രീയുടെ വിശ്വാസം കണ്ട് അവളുടെ വിശ്വാസത്തെ യേശു പ്രശംസിച്ചു. ഇങ്ങനെ പുറജാതിക്കാരവരുടെയും വിശ്വാസത്തെ കണ്ട് യേശു അവരുടെ വിശ്വാസത്തെ പ്രശംസിച്ചു. ഇതെല്ലാം കേട്ട ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. നോക്കണമേ, എത്ര ശ്രേഷ്ഠകരമായ കാര്യം. എന്റെ ജീവിതം, എന്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പറയാം, സ്തോത്രം, എന്നോട് കൂടെയുള്ള, ഞാൻ കണ്ടിട്ടുള്ള ദൈവമക്കളുടെ, ദൈവദാസന്മാരുടെ ആത്മീയ ഉത്സാഹം, അവരുടെ തീഷ്ണത എനിക്ക് വളരെ പ്രയോജനമായിട്ടുണ്ട്. സ്തോത്രം. പ്രതിസന്ധി ഘട്ടങ്ങളിലും വേദനയുടെ ഘട്ടങ്ങളിലും രോഗത്തിന്റെ നിർണായക സമയങ്ങളിലും തകർന്നുപോയി എന്ന് വിചാരിച്ച ഇടത്ത് നിന്ന് അവർ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന് കർത്താവിന് വേണ്ടി അതേ ഉത്തമ സാക്ഷികളായി ശോഭിക്കുന്നത് കാണുമ്പോൾ അതെന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനമാണ്, ഒരു പ്രചോദനമാണ്. ഈ ശിഷ്യന്മാരും മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടപ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങളെയും പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നാം ഇവിടെ വായിച്ചു. ഞാൻ വേഗത്തിൽ ഈ ദൂത് അവസാനിപ്പിക്കാം. ഇവിടെ നാം വായിച്ചു കേട്ടത് നീതിമാൻ ശ്രദ്ധ ഫലമുള്ള പ്രാർത്ഥന. നീതിമാൻ ആരെയും നമ്മെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീതിമാൻ എന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം പാപം മോചിക്കപ്പെട്ടവർ, ദൈവമക്കളായി തീർന്നു. സിമ്പിൾ മീനിങ് ആണ്. ഈ റോമാലേഖനത്തിലെ വേദശാസ്ത്രപരമായ ഭാഗങ്ങളിലോട്ട് ഒന്നും കടന്നു പോകാതെ സിമ്പിളായി, വളരെ ലളിതമായിട്ട് നീതിമാൻ, ദൈവം പാപം ക്ഷമിച്ചു കൊടുത്തു, രക്ഷിക്കപ്പെട്ടവർ, ദൈവമക്കളായി തീർന്നവർ, അങ്ങനെയുള്ളവർക്ക് സ്വയം ഏറ്റെടുക്കുന്ന പേരല്ല നീതിമാൻ, ദൈവം നൽകുന്ന പേര്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിമാനായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ഉടനെ ദൈവം അബ്രഹാമിനെ വിളിച്ചു നീതിമാൻ. നാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന പേരാണ് നീതിമാൻ. സ്തോത്രം. അതെ, ദൈവം നീതീകരിച്ച നീതിമാനെ ആർക്കും കുറ്റം ചുമത്തുവാൻ കഴിയും? ആർക്കും കഴിയുകയില്ല. നാം നീതിമാന്മാരാക്കിയ ദൈവത്തിന് നാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം നീതിമാന്മാരാകുവാൻ കാൽവറി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തവും നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായി കാൽവറി ക്രൂശിൽ ഒഴുക്കിയ കർത്താവിന് മഹത്വമർപ്പിക്കുവാൻ ഇന്ന് പകരം ഇങ്ങനെ ഒരു സമയം കർത്താവ് നമുക്ക് അനുവദിച്ചല്ലോ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നീതിമാൻ ശ്രദ്ധ ഫലമുള്ള പ്രാർത്ഥന. നീതിമാന്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? ഫലമുള്ള പ്രാർത്ഥനയായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ച് കേട്ടത് എന്താണ്? ഏറ്റവും ഒടുവിലായിട്ട് 17-ാം വാക്യത്തിൽ ഏലിയാവിന്റെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയായി? ഫലമുള്ള പ്രാർത്ഥന. അതൊരു റിസൾട്ട് ഉണ്ട്. നാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടാകും. സ്തോത്രം. ഞാൻ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, 3 നേരം പ്രാർത്ഥിക്കുകയല്ല. നമുക്കറിയാം, സ്തോത്രം, മുസ്ലിങ്ങൾ 5 നേരം പ്രാർത്ഥിക്കും, യഹൂദൻ 3 നേരം പ്രാർത്ഥിക്കും. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, വൈകുന്നേരത്തും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 3 നേരവും അല്ല, 5 നേരവും അല്ല, ഇടവിടാതെ പ്രാർത്ഥിക്കണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. എന്താണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക? അവിടെ നാം വായിക്കുന്നത് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകാതെ നാം പ്രാർത്ഥിക്കുക. ഏലിയാവിന്റെ പ്രാർത്ഥന ഫലമുള്ള പ്രാർത്ഥനയായിരുന്നു. എന്തായിരുന്നു ഫലം അറിയാമോ? ഏലിയാവ് ആദ്യം പ്രാർത്ഥിച്ചു, ദൈവം ആകാശത്തെ അടച്ചു, 3.5 വർഷം മഴ പെയ്തില്ല. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു, ആ അടച്ച ആകാശത്തെ ദൈവം തുറന്നു. നോക്കണമേ, ഏലിയാവ് ഒരുവൻ മാത്രം. അഹാബ് രാജാവ്, സൈന്യം, വലിയ കൂട്ടം ജനം എതിർഭാഗത്ത് നിൽക്കുമ്പോൾ ഒരുവൻ പ്രാർത്ഥിച്ചു, അവന്റെ പ്രാർത്ഥന ഫലമുള്ളതായി തീർന്നു. ഇന്ന് പകൽ ഈ ആരാധനയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രതയോടെ, നമ്മുടെ തലകളെ ഉടക്കി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ഇതുവരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയല്ല, പിന്നെയോ ഫലമുള്ള പ്രാർത്ഥനയായി എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നാം
അങ്ങനെ മുൻപോട്ട് വഴി നടക്കുവാൻ ഇടയായി തീർന്നു. Praise the Lord. കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും മുള്ളുകൾക്കിടയിൽ ഞെരുങ്ങിപ്പോയ അവസ്ഥകളുണ്ട്. പാറമുകളിൽ വീണ് ഉഷ്ണമടിച്ച് അതിന്റെ വേദികൾ അതേ കരിഞ്ഞു പോയതായ സമയങ്ങളുണ്ട്. അത് പലപ്പോഴും ഏകാഗ്രത നഷ്ടപ്പെടുത്തി പർവ്വജാതികൾ എടുത്തുകൊണ്ടുപോയ സമയങ്ങളുണ്ട്. ആ കാലമൊക്കെ അങ്ങനെ പോകട്ടെ. ബൈഗോൺസ് പോയി. ഇന്ന് ഈ വചന കേൾവിയുടെ മുൻപാകെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നുകൊണ്ട് കർത്താവ് ഏത് കാര്യത്തിനു വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നുവോ, സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥനയാണ്. ഏത് വിഷയത്തിനു വേണ്ടി നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നുവോ അവിടെ ഫലപ്രാപ്തി കാണുവാൻ ദൈവം നമ്മെ സാധിപ്പിക്കട്ടെ. ദൈവം നമ്മെ മറക്കുന്നവനല്ല, നമ്മെ മറന്ന് കളഞ്ഞിട്ടില്ല. ഇന്നു മുതൽ ഹൃദയം തൊട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥന പോലെ എന്റെ പ്രാർത്ഥനയും നമ്മുടെ സഭയായുള്ള പ്രാർത്ഥനയും ഫലമുള്ള പ്രാർത്ഥനയായി തീരുവാൻ ഒരു പുതിയ അഭിഷേകം എന്റെ മേൽ പകരുമാറാകണമേ. അതിനുള്ള കൃപ എന്റെ മേൽ പകരുമാറാകണമേ. ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ നിൽക്കുവാൻ യാക്കോബിനെ പോലെ മുഴങ്കാലുകൾ നിന്ന് ദൈവപ്രവൃത്തി കണ്ട് ഈ ജീവിതം ദൈവത്തിന് മഹത്വമുള്ളതായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്താൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുന്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുന്തിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ഫലപ്രദമായ പ്രസംഗിച്ചത് ഞാൻ ആവർത്തിച്ച് പറയേണ്ട വളരെ നമുക്ക് അനുകരിക്കേണ്ടുന്നതായ, നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടുന്നതായ പാഠങ്ങളാണ് അതിൽ കൂടി ഇന്ന് ഈ ആരാധനയിൽ നാം കേട്ടത്. അതൊക്കെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാം, അതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേൾക്കും. ആ കേൾക്കുന്നുള്ള വലിയ വിശ്വാസം, ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ദൈവം പ്രാർത്ഥന കേൾക്കും, കേട്ടിട്ടുണ്ട്, കേൾക്കുകയും ചെയ്യും. Praise God. Thank God for that hope and that വലിയ പ്രത്യാശയ്ക്ക് ദൈവത്തെ സ്തുതിക്കാം. So today I'm just going to ask Brother Wilson to come here for a minute, and even I thought Pastor John Thomas was going to tell you that, but he is going to take an exam on the 17th of that is this week. So we wanted to pray for him. I'm going to ask Brother Wilson to pray for him, and also he is going on a trip to Canada. He's going to be there for a month. Let's pray that all those will be under the protection of God. And then after that, we will sing a song, and then a child will pray, and we will close the service. ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ കർത്താവേ, അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. അങ്ങേക്ക് സകലവും സാധ്യമാകുമല്ലോ. അടികൾ വിശ്വസിക്കുന്നു കർത്താവേ. അതുപോലെ കാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്നത് കർത്താവേ പ്രാർത്ഥനയുടെ ഫലമാണ്.
കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ദൈവം, കണ്ണുനീരിൽ കർത്താവെ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ദൈവം, അങ്ങയുടെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്ന ദൈവമായിരിക്കും. നല്ല കൂട്ടായ്മയ്ക്കായി ഞാൻ നിന്നെ സ്നേഹിതങ്ങളെ ദൈവദാസനത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കർത്താവെ നാടിന്റെ പ്രദേശത്ത് അനേക സഭകളില് ശുശ്രൂഷിക്കുവാൻ ലീഡ് ചെയ്യുവാനൊക്കെയും തന്റെ മകനെ നീ ഇടയാക്കി. അമേരിക്കയുടെ പ്രദേശത്തേക്ക് വീണ്ടും കടന്നു വരുവാൻ ഒരുമിച്ച് ഞങ്ങൾക്ക് കർത്താവെ നിന്റെ സന്നിധിയിൽ ആരാധിപ്പാൻ സ്തുതിപ്പാനൊക്കെയും ഇടയായല്ലോ. ചില ദിവസങ്ങളിലേക്ക് കേരളയിലേക്ക് യാത്രയാകുന്നല്ലോ. നാലാ വഴിമധ്യയിൽ വരാകാമെന്ന ആപത്ത്, അനർത്ഥങ്ങള്, വേദനകള്, ദുഃഖങ്ങള് എല്ലാറ്റിൽ നിന്നും ദൈവം തന്റെ മകനെയും കുടുംബത്തെയും അവിടുന്ന് സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം അവിടുന്ന് ശുദ്ധീകരിച്ച് ദൈവം നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവനെ കയറുന്ന ഭവനങ്ങൾ ദൈവം അനുഗ്രഹിച്ചു കൊള്ളുമാറാകണമേ. അവർ കൂടപ്പെടുന്ന കർത്താവേ സഭ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമാനമേ. ഒരു ശുശ്രൂഷിക്കുന്ന മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. മടക്കയാത്രയിൽ കൂടെ മടങ്ങി വന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവേ നിന്റെ സന്നിധിയിൽ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച ജീവിതങ്ങളുണ്ടല്ലോ. ക്യാൻസറാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ആമീൻ. ഡോക്ടർമാരുടെ വിധി പറഞ്ഞ് മാറ്റിയിട്ട അനുഭവങ്ങളുണ്ടല്ലോ. ഇതിന് 2 കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലൊക്കെയും ദൈവം മറുപടി കൊടുത്ത് അവരെ പാലിക്കണമേ. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. രഹസ്യമായി ഒരു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേല് ദൈവം കരം നിൽക്കണം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ദൈവത്തിന്റെ കരങ്ങളില് ദൈവം അവരെയും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പസമയം കൂടെ തിരുസന്നിധിക്കട്ടെ കർത്താവേ. എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി തീരണം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. എടുക്കുന്ന പരീക്ഷ വളരെ ഈസിയായി വരാനായിട്ട് നമുക്ക് തുടർന്നും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പാട്ടിന്റെ ചില അടികൾ പാടാം. ഒരുമിച്ച് പാടുമ്പോൾ നമുക്ക് നാം കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ ഒന്നുകൂടെ പ്രതിഫലിക്കട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഉത്തരമുണ്ട്. ദൈവ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയനും ദേഹമന്നാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയനും ദേഹമന്നാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുവൻ അരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുവൻ അരുളിയോനേ. ഏകം വരാതവൻ മാറ്റുന്നവൻ, കേൾക്കുവിൻ
അച്ഛൻ പ്രാർത്ഥിച്ചു Praise God. Praise God. Hallelujah. Glory, glory, glory. Thank you, Jesus. Amen. Hallelujah. Yes, Lord. Praise the name of Jesus. Yes. Hallelujah. Hallelujah. Amen. Praise God. Praise God. Praise God. Thank you, Jesus. Praise. Yes. Praise Praise the name of Jesus. Yes. Yes. Amen. Praise God. അനുഗ്രഹത്തോടെ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.